നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീത്. ഞാൻ റിജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതം അതിൻ്റെ ഏറ്റവും വിശദമായിട്ടുള്ള രൂപത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ 6 വാല്യങ്ങളായിട്ട് DC ബുക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റവും വരാതെ അത് പുനരവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഗോകർണ പർവ്വത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് തൊട്ടു മുമ്പുള്ള വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദുശാസനൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാവീരനായിട്ടുള്ള ദ്രോണർ പ്രകാരം പറഞ്ഞു: നല്ല ഗുണങ്ങളുള്ള പാണ്ഡവർ ഒരിക്കലും നശിക്കുകയോ തോൽക്കുകയില്ല. അവർ ശൂരന്മാരും വിദ്യ അഭ്യസിച്ചവരും ബുദ്ധിമാന്മാരും ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിവുള്ളവരുമാണ്. അവർ ധർമ്മം അറിയുന്നവരും നന്ദിയുള്ളവരുമാണ്. നീതി, ധർമ്മം, സമ്പത്ത് എന്നിവയെക്കുറിച്ചിട്ട് അറിവുള്ളവരും സത്യസന്ധനുമായിട്ടുള്ള ജ്യേഷ്ഠനെ അനുസരിക്കുന്നവരുമാണ് അവർ. ജ്യേഷ്ഠനെ കാത്തു രക്ഷിക്കുന്നവരാണ് ആ അനുജന്മാർ. രാജാവായിട്ടുള്ള യുധിഷ്ഠിരനാകട്ടെ ശത്രുക്കളില്ലാത്തവനും സഹോദര സ്നേഹമുള്ളവനുമാണ്. ധർമ്മപുത്രർ എപ്പോഴും നീതിയോടെ മാത്രമേ പ്രവർത്തിക്കൂ. അതുകൊണ്ട് അവൻ കരുതിക്കൂട്ടി നല്ല കാലം വരുന്നതും കാത്ത് ജീവിക്കുകയാണ്. അവൻ നശിക്കുകയില്ല എന്ന് എൻ്റെ ബുദ്ധി പറയുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ഒട്ടും സമയം കളയാതെ ആലോചിച്ച് ചെയ്യണം. അവർ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുക. പാണ്ഡവരുടെ കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കണം. ആ വീരന്മാരെ ജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തപശക്തിയുള്ള അവരെ പിടികൂടാൻ സാധിക്കില്ല. യുധിഷ്ഠിരനാകട്ടെ നീതിയും സത്യവും ശുദ്ധിയുമുള്ള മഹാത്മാവാണ്. ആ തേജസ്സിനെ തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ നോട്ടം കൊണ്ട് തന്നെ ആരെയും ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇതെല്ലാം അറിഞ്ഞു വേണം തിരയുവാൻ. ഇനിയുള്ള സിദ്ധബ്രാഹ്മണന്മാരെയും അങ്ങനെയുള്ള മറ്റുള്ളവരെയും ചാരന്മാരായിട്ട് അയക്കണം. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നെ ഭാരതവംശത്തിലെ പിതാമഹനും സർവ്വവിജ്ഞാനിയും ധർമ്മശാസ്ത്രങ്ങൾ അറിയുന്നവനുമായിട്ടുള്ള ഭീഷ്മൻ ദ്രോണാചാര്യരെ പിന്തുണച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ധർമ്മപുത്രനെ പറ്റി ദ്രോണൻ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു. കൗരവരുടെ ഗുണത്തിനായി ആചാര്യൻ്റെ വാക്കുകൾ കേട്ട് അനുസൃതമായിട്ട് പാണ്ഡവരെക്കുറിച്ചിട്ട് ഞാനും ചിലത് പറയാം. ദ്രോണർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവരും വ്രതശുദ്ധിയുള്ളവരും അറിവുള്ളവരുമാണ് പാണ്ഡവർ. ശരിയായ സമയവും അസമയവും തിരിച്ചറിയാൻ കഴിയുന്നവരും ശുദ്ധിയുള്ളവരുമായിട്ടുള്ള അവർ എന്നും ക്ഷത്രിയധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പാണ്ഡവർ മഹാത്മാക്കളും വലിയ ശക്തിയുള്ളവരുമാണ്. നല്ലവരുടെ ഭാരം ചുമക്കുന്നവർ ഒരിക്കലും തളർന്നു പോകില്ല. ധർമ്മം കൊണ്ടും വീര്യം കൊണ്ടും സംരക്ഷിക്കപ്പെടുന്ന പാണ്ഡവർ നശിച്ചു പോകില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കുഞ്ഞ ദുര്യോധന, പാണ്ഡവരെപ്പറ്റി ഞാൻ പറയുന്നത് നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. നീതിമാന്മാരുടെ വഴി അല്ലാത്തവർക്ക് കണ്ടെത്താൻ കഴിയില്ല. പാണ്ഡവരെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം ആലോചിക്കാം. ചീത്ത ആളുകളോട് നീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെറുതെയാകും. സത്യവ്രതനായിട്ടുള്ള ഒരാൾക്ക് സഭയിൽ ധൈര്യമായി കാര്യങ്ങൾ പറയാൻ മടിയുണ്ടാകില്ല. ഈ 13ാം വർഷത്തിൽ ധർമ്മരാജാവ് ഒളിച്ചു താമസിക്കുന്നിടത്ത് യാതൊരു കുറവും ഉണ്ടാകില്ല. ആ ലക്ഷണങ്ങൾ നോക്കി വേണം പാണ്ഡവരുടെ താമസം നമ്മൾ കണ്ടെത്താൻ. യുധിഷ്ഠിരൻ താമസിക്കുന്ന നഗരത്തിലായാലും ഗ്രാമത്തിലായാലും അവിടെയുള്ള ജനങ്ങൾ ദാനശീലരും സ്നേഹത്തോടെ സംസാരിക്കുന്നവരും സത്യസന്ധരുമായിട്ട് മാറും. ആ നാട്ടുകാർ സന്തോഷവാന്മാരും ശുദ്ധിയുള്ളവരുമായി അഭിവൃദ്ധി പ്രാപിക്കും. അസൂയോ ദേഷ്യമോ അഹങ്കാരമോ ഒന്നും ആ നാട്ടിൽ ഉണ്ടാവില്ല. അവിടെയുള്ളവർ സ്വമേധയാ ധർമ്മം പാലിക്കുന്നവരായിരിക്കും. അവിടെ വേദമന്ത്രങ്ങൾ മുഴങ്ങിക്കേൾക്കുകയും വലിയ യാഗങ്ങൾ നടക്കുകയും ചെയ്യും. അവിടെ നിന്ന് സമയാസമയങ്ങളിൽ മഴ പെയ്യുകയും ചെയ്യും. അവിടെ എന്നും സമയാസമയങ്ങളിൽ മഴ പെയ്യുകയും ചെയ്യും. സസ്യങ്ങൾ നന്നായി വളരും. സ്വാദുള്ള ഫലങ്ങൾ സമൃദ്ധിയായി ഉണ്ടാകും. മണമുള്ള പൂക്കൾ ധാരാളം വരും. അവിടെയുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ നല്ല ഇമ്പമുള്ളതായിരിക്കും. സുഖമായിട്ടുള്ള കുളിർക്കാറ്റ് അവിടെ എപ്പോഴും വീശും. ധർമ്മപുത്രർ വസിക്കുന്നിടത്ത് ഭയമൊന്നും ഉണ്ടാവില്ല. പശുക്കൾ അവിടെ ധാരാളമായി പാൽ തരും. മെലിഞ്ഞതോ ബലഹീനമായതോ ആയ മൃഗങ്ങളെ അവിടെ കാണാൻ കഴിയില്ല. പാലും നെയ്യും തൈരും നല്ല രുചിയോടുകൂടി അവിടെ ഉണ്ടാവും. ഭക്ഷണപാനീയങ്ങൾക്കെല്ലാം ഗുണവും സ്വാദും കൂടുതലായിരിക്കും. ധർമ്മപുത്രർ വാഴുന്ന ദേശത്തെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അവിടുത്തെ കാഴ്ചകളും ശബ്ദങ്ങളും ഗന്ധങ്ങളും വളരെ ഗുണമേന്മയുള്ളതായിരിക്കും. 13ാമത്തെ ഈ വർഷത്തിൽ പാണ്ഡവരുടെ എല്ലാ ഗുണങ്ങളും പൂർണ്ണമായും അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ധർമ്മപുത്രൻ്റെ അടുത്ത് ആരും കള്ളം പറയില്ല. മംഗളകരവും സത്യവുമായിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ അവിടെ കേൾക്കാൻ കഴിയൂ. എല്ലാവർക്കും പ്രിയപ്പെട്ട രീതിയിലായിരിക്കും അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. കുഞ്ഞെ ദുര്യോധന, ആ മഹാത്മാവിനെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്ക് പോലും സാധ്യമല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ചാരന്മാർക്ക് എങ്ങനെ അർജുനെ കണ്ടെത്താൻ കഴിയും? സത്യം അവനിൽ ഉറച്ചതാണ്. ദാനം, ക്ഷമ, കീർത്തി, നേരെ തുടങ്ങിയ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെത്താൻ മറച്ചു പിടിച്ച് ആ ബുദ്ധിമാൻ അജ്ഞാതവാസം നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയായിട്ട് കാണണം. ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. ദുര്യോധന, നീ ആലോചിച്ച് നല്ലതെന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. എൻ്റെ വാക്കുകൾ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ഭീഷ്മർ പാണ്ഡവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃപാചാര്യർ ഇപ്രകാരം പറഞ്ഞു: മുതിർന്നവനായിട്ടുള്ള ഭീഷ്മൻ പാണ്ഡവനെപ്പറ്റി പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ധർമ്മവും സത്യവും യുക്തിക്കും ചേർന്നതുമാണ്. ഇനി നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുക. ചാരന്മാരെ വിട്ട് പാണ്ഡവരുടെ സഞ്ചാരവും താമസവും വീണ്ടും അന്വേഷിക്കണം. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുക. വിവേകപൂർവ്വം ചിന്തിക്കേണ്ട സമയമായി. ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ ചെറിയ ശത്രുവിനെ പോലും നിസ്സാരമായി കണ്ട് തള്ളിക്കളയരുത്. വേഷന്മാർ രഹസ്യമായി കഴിയുന്ന പാണ്ഡവരുടെ പ്രതിജ്ഞാകാലം ഇതാ കഴിയാറായിരിക്കുന്നു. ഇപ്പോൾ സ്വന്തം രാജ്യത്തിലെയും മിത്രങ്ങളുടെയും സൈന്യബലം എത്രയാണെന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രതിജ്ഞ പൂർത്തിയാക്കി പാണ്ഡവർ തീർച്ചയായും വലിയ ആവേശത്തോടെ പുറത്തു വരും. അതുകൊണ്ട് നമ്മളുടെ ബലം, നീതി, സമ്പത്ത്
എന്നിവയെക്കുറിച്ചിട്ട് ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നീതിപൂർവ്വം ബലത്തെയും സമ്പത്തിനെയും വർദ്ധിപ്പിക്കണം. ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ശക്തിയും സാഹചര്യവും നോക്കി വേണം നീതിപൂർവ്വം ബലത്തെയും സമ്പത്തിനെയും വർദ്ധിപ്പിക്കണം. ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്ന തീരുമാനം നമ്മളുടെ ശക്തിയും സാഹചര്യവും നോക്കി വേണം എടുക്കാൻ. സ്വന്തം സൈന്യശക്തി ശത്രുബലത്തേക്കാൾ കുറവാണോ കൂടുതലാണോ എന്ന് കൃത്യമായി അറിഞ്ഞാലേ അവരോട് എങ്ങനെ ഇടപെടണമെന്ന് നിശ്ചയിക്കാൻ കഴിയും. ശക്തി കൂടുതലുണ്ടെന്ന് കരുതി അമിതമായി സന്തോഷിക്കുകയോ ബലം കുറവാണെന്ന് കരുതി സങ്കടപ്പെടുകയോ ചെയ്യാതെ നീതിയെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുക. ശത്രുക്കളെ നേരിടാൻ സാമം, ദാനം, ഭേദം, ദണ്ണം തുടങ്ങിയ മാർഗങ്ങൾ ഉചിതം പോലെ ഉപയോഗിക്കാം. ആദ്യം സ്വന്തം ശക്തി മനസ്സിലാക്കുക. മിത്രങ്ങളെയും സ്വന്തം സൈന്യത്തെയും ശമ്പളം നൽകിയും ബഹുമാനിച്ചും സ്നേഹത്തോടെ സംസാരിച്ചും ചേർത്ത് നിർത്തണം. ബലവും സമ്പത്തും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. ബലവാന്മാരായിട്ടുള്ള ശത്രുക്കൾ എതിർത്ത് വന്നാൽ പോരാടാതെ നമുക്ക് വേറെ വഴിയില്ല. പാണ്ഡവർ തങ്ങളുടെ ബന്ധുബലത്തോടു കൂടിയിട്ട് വരികയാണെങ്കിൽ ആ ബലം നമ്മുടെ ശക്തിയേക്കാൾ കൂടുതലാണോ എന്ന് അറിയാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. രാജാവേ, ഈ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ആലോചിച്ച് പ്രവർത്തിച്ചാൽ അങ്ങേക്ക് ദീർഘകാലം സുഖമായി ജീവിക്കാം. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നെ മഹാരഥനും മഹാശക്തനുമായിട്ടുള്ള തികർത്ത രാജാവായിട്ടുള്ള സുശർമാവ് സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ ത്രികർത്തൻ പലതവണ മത്സരാജാവായിട്ടുള്ള വിരാടനാൽ തോൽപ്പിക്കപ്പെട്ടവനാണ്. വിരാട രാജാവ് തന്റെ ബന്ധുക്കളോട് കൂടിയിട്ട് ബലവാനായിട്ടുള്ള കീചകന്റെ നേതൃത്വത്തിൽ പലതവണ സുശർമാവിനെ ആക്രമിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. ത്രികർത്ത രാജാവായിട്ടുള്ള സുശർമാവ് കർണനെ നോക്കി പ്രകാരം ദുര്യോധനോട് പറഞ്ഞു, മത്സരാജാവായിട്ടുള്ള വിരാടൻ പലതവണ എൻ്റെ നാടിനെ തൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് എതിർത്തു. അന്ന് അവൻ്റെ കരുത്തനായിട്ടുള്ള സേനാനായകനായിരുന്നത് കീചകനാണ്. ദേഷ്യക്കാരനും കൊലപാതകയും ദുഷ്ടനുമായിരുന്ന അവനെ ഗന്ധർവന്മാർ കൊന്നുകളഞ്ഞു. അവൻ മരിച്ചത് കാരണം ഇപ്പോൾ യാതൊരു സഹായമില്ലാതെ നിൽക്കുകയാണ് ആ രാജാവ്. ഗർവെല്ലാം തീർന്ന് അവനിപ്പോൾ തളർന്നിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. മഹാരാജാവേ, അങ്ങോട്ട് യുദ്ധത്തിന് പോവുക. കൗരവർക്കൊക്കെ ഇക്കാര്യം ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങോട്ട് യുദ്ധത്തിന് പോകുന്നത് നമുക്ക് ഗുണം ചെയ്യും. ഉടനെ ചെയ്യേണ്ട കാര്യം ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ധാന്യസമൃദ്ധിയുള്ള അവൻ്റെ നാട് നാം ആക്രമിച്ച് കീഴടക്കണം. അവൻ്റെ രത്നങ്ങളും ധനവും ഒക്കെ നാം കൈക്കലാക്കണം. അവൻ്റെ രാജ്യവും ഗ്രാമവും ഒക്കെ രണ്ടു ഭാഗത്തു നിന്നും ആക്രമിച്ച് പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ പലതരം പശുക്കളെ നഗരത്തിൽ ചെന്ന് ബലമായി പിടിച്ചുകൊണ്ട് വരണം. കൗരവരും ത്രികർത്തരും കൂടി ഈ ആക്രമണം നടത്തിയാൽ അവൻ്റെ പശുക്കളെയും ആ സമ്പത്തും ഒക്കെ നമുക്ക് സ്വന്തമാക്കാം. നമ്മൾ രണ്ടു കൂട്ടരും ചേർന്ന് അവൻ്റെ ശക്തി നശിപ്പിക്കണം. അവൻ്റെ സൈന്യത്തെയൊക്കെ കൊന്ന് വരുതിയിലാക്കണം. അങ്ങനെ അവനെ കീഴടക്കി നമുക്ക് സുഖമായിരിക്കാം. അങ്ങേക്ക് സൈന്യവും സമ്പത്തും ഈ യാത്ര കൊണ്ട് ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. സുശർമാവ് പറഞ്ഞു കേട്ടിട്ട് കർണൻ രാജാവിനോട് പറഞ്ഞു, സുശർമാവിൻ്റെ വാക്ക് സാഹചര്യത്തിന് അനുയോജ്യമാണ്, നമുക്ക് ഗുണകരവുമാണ്. അതുകൊണ്ട് ഉടനെ തന്നെ സൈന്യത്തെ കൂട്ടി പുറപ്പെടുകയാണ് വേണ്ടത്. സൈന്യം പകുതി മതിയോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? കുരുശ്രേഷ്ഠനും നമ്മുടെ പിതാമഹനുമായിട്ടുള്ള ഭീഷ്മരും ആചാര്യന്മാരായിട്ടുള്ള ദ്രോണരും കൃപരും എങ്ങനെ തീരുമാനിക്കുന്നുവോ അതുപോലെ നമുക്ക് യാത്ര തീരുമാനിക്കാം. ആലോചിച്ച് വേണം പോകാൻ. കാര്യവിജയത്തിന് ആലോചന പറയാൻ പാടില്ല. ശക്തിയും ധൈര്യവും സമ്പത്തും നഷ്ടപ്പെട്ട പാണ്ഡവരെ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അവർ തീർച്ചയായും നശിച്ചിട്ടുണ്ടാവാം. അവർ മരിച്ചുപോയിട്ടുണ്ടാവും. സങ്കടപ്പെടാതെ രാജാവേ, നാം വിരാടപുരിയിലേക്ക് പുറപ്പെടുക. അവൻ്റെ പശുക്കളെയും പലതരം സമ്പത്തും നാം ഉടനെ പിടിച്ചെടുക്കുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധന രാജാവ് ഉടനെ തന്നെ തൻ്റെ സഹോദരനായിട്ടുള്ള ദുശാസനോട് കൽപ്പിച്ചു, നീ മുതിർന്നവരോട് ആലോചിച്ച് വേഗത്തിൽ പടകൂട്ടുക. നമ്മൾ കൗരവപടവുമായി വിചാരിച്ച പോലെ പോകണം. മഹാരഥനായിട്ടുള്ള സുശർമാവ് വിചാരിച്ച ദിക്കിലേക്ക് ത്രികർത്തന്മാരോടൊപ്പം ബലവാനായി പോകട്ടെ. അവൻ പകുതി സൈന്യവുമായി മത്സരാജ്യത്ത് ഉറപ്പോടുകൂടി ചെല്ലട്ടെ. അതിന് പിറ്റേ ദിവസം നമുക്ക് അവിടെ ഒത്തുചേർന്ന് ആക്രമണം നടത്തണം. കൂട്ടത്തോടെ ഇന്ന് അവിടുത്തെ ഗോപാലന്മാരിൽ നിന്ന് അസംഖ്യം പശുക്കളെ നമുക്ക് സ്വന്തമാക്കാം. ലക്ഷക്കണക്കിന് നല്ല പശുക്കളെ നമുക്ക് കൈക്കലാക്കാം. അങ്ങനെ സൈന്യം രണ്ടായി പകുത്ത് നമുക്ക് ആക്രമണം നടത്താം. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അവർ തീരുമാനിച്ചതുപോലെ തെക്കിഴക്കേ ദിക്കിൽ നിന്നും, അതായത് അഗ്നികോണിൽ നിന്നും രഥവീരന്മാരും അഹങ്കാരികളായിട്ടുള്ള സേനാനായകന്മാരും എത്തിച്ചേർന്നു. പണ്ട് തോറ്റതിന് പകരം ചോദിക്കാൻ ഒരുങ്ങിയ ബലവാന്മാരായിട്ടുള്ള ത്രികർത്തന്മാർ സുശർമാവിന്റെ നേതൃത്വത്തിൽ പശുക്കളെ പിടിച്ചെടുക്കാൻ 7-ാം ദിവസം ആക്രമണം നടത്തി. പിറ്റേ ദിവസം 8-ാം ദിവസം കൗരവന്മാരെല്ലാവരും ചേർന്ന് അസംഖ്യം പശുക്കൂട്ടങ്ങളെ പിടിച്ചെടുത്തു. വൈശമ്പായനൻ ജനമേജയനോടുള്ള കഥ തുടരുകയാണ്. മഹാരാജാവേ, പാണ്ഡവന്മാർ വേഷം മാറി വിരാട രാജാവിന്റെ ഭൃത്യന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കെ അവരുടെ ശബദകാലം പൂർത്തിയായി. കീചകൻ മരിച്ചതിന് ശേഷം ശത്രുക്കളെ നശിപ്പിക്കുന്ന വിരാട രാജാവ് കുന്തിപുത്രന്മാരെ വളരെ സ്നേഹത്തോടെയും സൽക്കാരങ്ങളോടെയും സംരക്ഷിച്ചു പോകും. 13-ാമത്തെ വർഷം അവസാനിക്കുന്ന ദിവസം വിരാട രാജ്യത്ത് ഒരു വലിയ സംഭവമുണ്ടായി. സുശർമാവ് വിരാടിന്റെ വലിയ പശുക്കൂട്ടങ്ങളെ പെട്ടെന്ന് ആക്രമിച്ച് പിടിച്ചെടുത്തു. ഉടനെ പരിഭ്രമിച്ചുകൊണ്ട് ഒരു ഗോപൻ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. കുണ്ടലങ്ങൾ അണിഞ്ഞ് അവൻ തേര് വിട്ട് ചാടിയിറങ്ങി. അപ്പോൾ രാജാവ് വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളാലും മന്ത്രിമാരും പാണ്ഡവന്മാരാലും ചുറ്റപ്പെട്ട് എന്തോ ആലോചനയിലായിരുന്നു. ഈ സമയത്താണ് ഗോപാലൻ അവിടെ എത്തിച്ചേർന്നത്. അവൻ രാജാവിനെ വണങ്ങി ഇപ്രകാരം അറിയിച്ചു, രാജാവേ, ഞങ്ങളെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇതാ ത്രികർത്തന്മാർ ലക്ഷക്കണക്കിന് പശുക്കളെ ബലമായി കൊണ്ടുപോകും. ഉടനെ ചെന്ന് അവരെ എതിർക്കുക. അങ്ങയുടെ പശുക്കളെ നമുക്ക് നഷ്ടപ്പെടരുത്. ഇത് കേട്ടതോടെ മത്സരാജാവായിട്ടുള്ള വിരാടൻ ചാടി എഴുന്നേറ്റ് തൻ്റെ സൈന്യത്തോട് സജ്ജമാകാൻ കൽപ്പിച്ചു. തേര്, ആന, കുതിര, കാലാൾപ്പട എന്നിവയോടൊപ്പം കൊടികൾ ഉയർത്തി കവചങ്ങൾ ധരിച്ച് രാജാക്കന്മാരും രാജകുമാരന്മാരും പുറപ്പെട്ടു. തിളങ്ങുന്ന പലതരം കവചങ്ങളാണ് വീരന്മാർ ധരിച്ചത്. സ്വർണവും ഇരുമ്പും ചേർന്ന ഒരു കവചം രാജാവിന്റെ പ്രിയ സഹോദരനായിട്ടുള്ള ശതാനീകൻ ധരിച്ചു. ഇരുമ്പ് കൊണ്ട് ധരിച്ച് സ്വർണ്ണപ്പണികളുള്ള മറ്റൊരു കവചം ശതാനീകന്റെ അനുജനായിട്ടുള്ള മദ്രാശനും ധരിച്ചു. 100 വീതമുള്ള പലതരം ചിഹ്നങ്ങളുള്ള കവചം മത്സരാജാവായിട്ടുള്ള വിരാടൻ ധരിച്ചു.
സൂര്യപ്രകാശമുള്ള 100 താമരകൾ പതിപ്പിച്ച സ്വർണ്ണകവചം സൂര്യദത്തനും വെളുത്ത കവചം വിരാടന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശംഖനും ധരിച്ചു. യുദ്ധത്തിന് തയ്യാറായി നിന്ന മറ്റനേകം യോദ്ധാക്കൾക്ക് നല്ല കവചങ്ങൾ നൽകി. സ്വർണ്ണപ്പണികളുള്ള വെള്ളത്തേരുകളിൽ ആ മഹാരഥന്മാർ കയറി. സൂര്യചന്ദ്രന്മാരെ പോലെ തിളങ്ങുന്ന സ്വർണ്ണരഥത്തിൽ മത്സരാജാവിന്റെ കുടി ഉയർന്നു പാറി. മറ്റു യോദ്ധാക്കൾ കയറിയ രഥങ്ങളിലും സ്വർണ്ണാലങ്കൃതമായിട്ടുള്ള കുടികൾ ശോഭിച്ചു നിന്നിരുന്നു. അപ്പോൾ വിരാടരാജാവ് സദാനികനോട് പറഞ്ഞു, കങ്കൻ, വല്ലവൻ, ഗോപാലൻ, ദാമഗ്രന്ഥി എന്നിവർ മിടുക്കന്മാരാണ്. അവർ നിന്റെ പക്ഷത്തു നിന്ന് പോരാടും എന്നതിൽ സംശയമില്ല. ഇതെല്ലാം പാണ്ഡവരായിരുന്നു. അവർക്ക് അടയാളമുള്ള തേരുകൾ നൽകണം. നല്ല കവചങ്ങളും ആയുധങ്ങളും അവർക്ക് കൊടുക്കണം. അവർ ആനയുടെ തുമ്പിക്കൈ പോലെ കരുത്തുള്ള കൈകളുള്ളവരാണ്. അവർ യുദ്ധം ചെയ്യാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. രാജാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ പാണ്ഡവർക്ക് തേരുകൾ കൊണ്ടുവരാൻ ശതാനികൻ കൽപ്പിച്ചു. യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ എന്നിവർക്കായി തേരുകളോടെ സജ്ജമായി. നല്ല കവചങ്ങൾ ധരിച്ചവർ തേരുകളിൽ കയറി. യുദ്ധതന്ത്രങ്ങൾ അറിയുന്നവരും വേഷം മാറി കഴിയുന്നവരുമായിട്ടുള്ള മഹാവീരന്മാർ രാജാവിനെ പിന്തുടർന്നു. സത്യസന്ധരും ശൂരന്മാരുമായിട്ടുള്ള 4 പാണ്ഡവരും യുദ്ധത്തിന് തയ്യാറായി. മതജലമൊലിക്കുന്ന ഭീമാകാരന്മാരായിട്ടുള്ള മതയാനകളും മല പോലെ തോന്നിക്കുന്ന 60 വയസ്സ് തോന്നിക്കുന്ന ആനകളും രാജാവിനെ പിന്തുടർന്നു. ചലിക്കുന്ന പർവ്വതങ്ങൾ തോന്നിച്ച ആനപ്പുറത്തിരുന്നുകൊണ്ട് സാമർഥ്യമുള്ള അനുയായികളും 8000 തേരുകളും 10000 ആനകളും 60000 കുതിരകളും ചേർന്ന സൈന്യത്തോടെ വിരാടരാജാവിന്റെ സൈന്യം ശോഭിച്ചു. പശുക്കൾ പോയ വഴി നോക്കിയ സൈന്യം പുറപ്പെട്ടു. ആന, തേരെ, കുതിര, കാലാൾപ്പട എന്നിവയോട് കൂടിയിട്ട് വിരാടന്റെ സൈന്യം ആയുധങ്ങളുമായിട്ട് മുന്നേറി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. മത്സ്യസൈന്യങ്ങൾ കുതിച്ചുപാഞ്ഞു. ആയുധധാരികളായിട്ടുള്ള അവർ ത്രികർത്തന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ യുദ്ധാവേശത്തോടു കൂടി ഓടി. സൂര്യൻ അസ്തമിക്കാൻ അടുത്ത സമയത്ത് അവർ ത്രികർത്തന്മാരുമായിട്ട് ഏറ്റുമുട്ടി. പശുക്കൾക്ക് വേണ്ടി അവർ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി. ആയുധങ്ങളും മതയാനങ്ങളും തമ്മിലുള്ള യുദ്ധം അതിഭയങ്കരമായിരുന്നു. അവർ തമ്മിൽ കുന്നു കാലപ്പൊയിലേക്ക് ആളുകളെ അയച്ചുകൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിച്ച സമയത്ത് ആ യുദ്ധം ദേവാസുര യുദ്ധം പോലെയായിരുന്നു. കാലാൾപ്പടയും തേരും ആനയും കുതിരപ്പടയും തമ്മിൽ ഏറ്റുമുട്ടി. ഒട്ടേറെ പേർ മരിച്ചു വീണു. പൊടിപാറി പറഞ്ഞ ആ യുദ്ധക്കളം പരസ്പരം കാണാൻ പറ്റിയ അവസ്ഥയിലായി. ആകാശത്ത് പറക്കുന്ന പക്ഷികൾ പോലും ആ പൊടികാരൻ നിലംപതിച്ചു. ആകാശത്ത് അമ്പുകൾ നിറഞ്ഞ സൂര്യനെ പോലും മറച്ചു. വില്ലാളികളുടെ വില്ലിന്റെ തിളക്കം മിന്നാമിന്നികളെ പോലെ യുദ്ധരംഗത്ത് ശോഭിച്ചു. ഇടതും വലുതും ബാണങ്ങൾ തൂക്കി വീരന്മാർ എതിർക്കാൻ തുടങ്ങിയപ്പോൾ തേരോടും കാലാൾപ്പടയോടും ഏറ്റുമുട്ടി. പലയിടത്തും കുതിരപ്പടയാളികൾ തമ്മിലും ആനകൾ തമ്മിലും പോരാടി. വാൾ, വേൽ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് അവർ പരസ്പരം കീറിമുറിച്ചു. പരിഖം പോലെയുള്ള കൈകളുള്ള ശൂരന്മാർ തമ്മിൽ പ്രഹരിച്ചു. ശൂരന്മാരെ പിന്തിരിപ്പിക്കാൻ ആ ദേശക്കാർക്ക് സാധിച്ചില്ല. മുറിച്ച മുടിയോടും നല്ല മുക്കോടും കൂടിയിട്ടുള്ള തലകളെല്ലാം അവിടെ ചിതറിക്കിടന്നു. കുണ്ടലങ്ങൾ അണിഞ്ഞ് മുറിച്ചു മാറ്റപ്പെട്ട തലകൾ യുദ്ധകളത്തിൽ ചിതറിക്കിടന്നിരുന്നു. അമ്പേറ്റ് അറ്റുപോയ കൈകളും പാമ്പിനെ പോലെയും ചന്ദനം പൂശിയ പടന്മാരുടെ കൈകളും അവിടെ വീണുകിടന്നു. കുണ്ടലങ്ങൾ ധരിച്ച തലകൾ ചിതറി യുദ്ധക്കളം ഭയാനകമായി. തേരാളികളോടും കുതിരപ്പടയാളികളോടും കാൽനടക്കാരോടും പരസ്പരം പോരാടി. പൊടിപടലങ്ങൾ ചോരയിൽ നഞ്ഞുമുങ്ങി. മോഹാലിസപ്പെട്ട് നിലവിളിച്ചും ഒട്ടേറെ പേർ വീണു. അമ്പുകൾ കൊണ്ട് മുറിവേറ്റ പലരും തളർന്നുപോയി. കരുത്തരായിട്ടുള്ള വീരന്മാർ പരസ്പരം പ്രഹരിച്ചു. ശൂരന്മാരെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ശതാനികർ 100 യോദ്ധാക്കളെയും വിശാലാക്ഷർ 400 പേരെയും കൊന്നുവീഴ്ത്തി. ത്രികർത്തന്മാരുടെ വലിയ സൈന്യത്തിൽ മഹാരഥന്മാർ കയറി ശക്തമായി പോരാടി. അവർ പരസ്പരം മുടിയിൽ പിടിച്ചു വെട്ടി. തേരിലിരുന്ന് പോരാടി. രഥങ്ങൾ തകർത്തു. മുമ്പിൽ സൂര്യദത്തനും പിന്നാലെ മധുരാക്ഷനും കയറി. വിരാടരാജാവ് ആ യുദ്ധത്തിൽ 500 രഥങ്ങളും 800 കുതിരകളെയും 5 മഹാരഥന്മാരെയും കൊന്നൊടുക്കി. അങ്ങനെ തന്റെ സ്വർണം തേരിൽ ചുറ്റി നടന്ന അദ്ദേഹം ത്രികർത്തദേവനായിട്ടുള്ള സുശർമാവിനെ എതിർത്തു. വലിയ ശക്തികൾ അവർ തമ്മിൽ ഏറ്റുമുട്ടി. തൊഴുത്തിലെ കാളകൾ എന്ന പോലെ അവർ ആർത്തു വിളിച്ചു പോരാടി. പിന്നെ ത്രികർത്തരാജാവായിട്ടുള്ള സുശർമാവ് വിരാടരാജാവിനോട് ഏറ്റുമുട്ടി. അവർ തേരിലിരുന്ന് പരസ്പരം എതിർത്തു. തേരാളികൾ തമ്മിൽ പൊരുതി. മേഘങ്ങൾ മഴ പെയ്യുന്നതുപോലെ അവർ അമ്പുകൾ വർഷിച്ചു. ദേഷ്യം പിടിച്ച് അവർ പരസ്പരം വളഞ്ഞു നിന്ന് പോരാടി. കൂർത്ത അമ്പുകളും വാളുകളും വേലുകളും ഗതകളും ഉപയോഗിച്ച് അവർ യുദ്ധം ചെയ്തു. പിന്നെ മത്സ്യരാജാവ് സുശർമാവിനെ 10 അമ്പുകൾ കൊണ്ട് എയ്തു. അവന്റെ 4 കുതിരകളെ എഴുതുവീഴ്ത്തി. പകരം സുശർമാവ് 50 അമ്പുകൾ കൊണ്ട് വിരാടരാജാവിനെ മുറിവേൽപ്പിച്ചു. ആയുധവിദ്യയിൽ മിടുക്കനായിട്ടുള്ളവൻ യുദ്ധത്തിന് സജ്ജനായി. ഈ അത്ഭുതകരമായിട്ടുള്ള പോരാട്ടം കാരണം മത്സ്യന്മാരും ത്രികർത്തന്മാരും തമ്മിലുള്ള സംഘർഷം മുറുകി. യുദ്ധക്കളത്തിൽ പൊടി പറന്ന് പരസ്പരം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അല്ലയോ രാജാവേ, ഇരുട്ടടിച്ച് പടക്കളം പൊടികളാൽ നിറഞ്ഞപ്പോൾ യോദ്ധാക്കൾ ആയുധങ്ങൾ ഉപയോഗിക്കാതെ അല്പസമയം മാറി നിന്നു. പിന്നെ ചന്ദ്രൻ ഉദിച്ചുയർന്നു. ചന്ദ്രപ്രകാശം രാത്രിയെ തെളിമയുള്ളതാക്കിയപ്പോൾ യോദ്ധാക്കൾക്ക് സന്തോഷമായി. നിലാവ് വരുന്നപ്പോൾ അവർ വീണ്ടും യുദ്ധം തുടങ്ങി. അതുവരെ പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു അവർ. ത്രികർത്തനായിട്ടുള്ള സുശർമാവ് തന്റെ സഹോദരന്മാരോടൊപ്പം രഥങ്ങളുമായി മത്സ്യരാജാവായിട്ടുള്ള വിരാടനെ വളഞ്ഞു. യുദ്ധവീരന്മാരായിട്ടുള്ള അവർ തേർവിട്ട് സഹോദരങ്ങളോടൊപ്പം ഗതയേന്തി രഥങ്ങൾക്ക് നേരെ ആർത്തെടുത്തു. അവരുടെ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. വാൾ, പാശം, കൂർത്ത കുന്തങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ട് അവർ പോരാടി. സുശർമാവ് വിരാടന്റെ സൈന്യത്തെ നശിപ്പിച്ചു തോൽപ്പിക്കുകയും ശക്തനായിട്ടുള്ള വിരാടനോട് നേരിട്ട് എതിർക്കുകയും ചെയ്തു. അവൻ വിരാടന്റെ കുതിരകളെ കൊന്ന് തേരാളികളെ വീഴ്ത്തി. രഥം നഷ്ടപ്പെട്ട മത്സ്യരാജാവിനെ അവൻ ജീവനോടെ പിടികൂടി. ആ പിടുത്തം ഒരു കാമകൻ ഒരു പെണ്ണിനെ പിടികൂടുന്നത് പോലെയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വിരാടന് കഴിഞ്ഞില്ല. അവനെ തന്റെ തേരിലിരുത്തി വേഗത്തിൽ ഓടിച്ചുപോയി. ശക്തനായിട്ടുള്ള മത്സ്യരാജാവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ ഭയപ്പെട്ട മത്സ്യസൈന്യം തിരിഞ്ഞോടി. അവർ ഭയന്നോടുന്നപ്പോൾ കുന്തിപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ ഭീമനോട് ഇപ്രകാരം പറഞ്ഞു: മഹാബലമായിട്ടുള്ള ഭീമ, ത്രികർത്തനായിട്ടുള്ള സുശർമാവ് മത്സ്യരാജാവിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. ഉടനെ ചെന്ന് അവനെ രക്ഷിക്കുക. ശത്രുക്കളുടെ കയ്യിൽ അവൻ അകപ്പെടരുത്.
നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് നമ്മളെ സുഖമായി തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചവനാണ് അദ്ദേഹം. അതിന് ഒരു പ്രത്യുപകാരം നാം ചെയ്യണം. ഭീമസേനൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാം. ഞാൻ അവനെ രക്ഷിക്കാം. ശത്രുക്കളുമായി ഞാൻ കഠിനമായി പോരാടുന്നത് അങ്ങ് കാണുക. അങ്ങ് സഹോദരന്മാരോടൊപ്പം ഇവിടെ മാറി നിൽക്കുക. എൻ്റെ ആ പരാക്രമം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാണുക. ഗതയ്ക്ക് പകരം വലിയ കൊമ്പുള്ള ഈ മരം വേരോടെ പിഴുതെടുത്ത് ഞാൻ ഈ ശത്രുക്കളെ എല്ലാവരെയും ഇപ്പോൾ തന്നെ വകവരുത്താം. മതം പൊട്ടി ആനയെപ്പോലെ ഭീമൻ ഒരു വലിയ മരത്തിലേക്ക് കണ്ണു പതിപ്പിച്ചു. അപ്പോൾ വീരനായിട്ടുള്ള അഞ്ജനോട് ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ പറഞ്ഞു, എടോ ഭീമ, ഇങ്ങനെ ഒരു സാഹസം ചെയ്യരുത്. ആ മരം അവിടെ തന്നെ നിന്നോട്ടെ. മരം കൊണ്ട് നീ അമാനുഷികമായ പ്രവൃത്തികൾ കാണിച്ചാൽ നീ ഭീമനാണെന്ന് ആളുകൾ തിരിച്ചറിയും. അത് നമ്മുടെ രഹസ്യം പുറത്താക്കും. അതുകൊണ്ട് അല്പം കൂടി നീ ക്ഷമിക്കുക. മനുഷ്യർക്ക് ചേർന്ന വില്ലോ വേലോ വാളോ എടുത്ത് യുദ്ധം ചെയ്യും. മറ്റുള്ളവർ അറിയാത്ത വിധത്തിൽ വേഷം മാറി രാജാവിനെ നീ സംരക്ഷിക്കുക. മാതൃപുത്രന്മാരായിട്ടുള്ള നകുലൻ സഹദേവനും കൂടെ നിൽക്കട്ടെ. എല്ലാവരും ഒന്നിച്ചു നിന്ന് മത്സ്യരാജാവിനെ രക്ഷിക്കുക. യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീമസേനൻ നല്ലൊരു വില്ലെടുത്ത് ശക്തമായിട്ട് അമ്പുകൾ വർഷിക്കാൻ ആരംഭിച്ചു. കാർമേഘം മഴ പെയ്യുന്നതുപോലെ അദ്ദേഹം ചരവർഷം നടത്തി. സുശർമാവിനോട് ഭീമൻ ഏറ്റുമുട്ടി. വിരാടനെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ നിൽക്കുമെന്ന് ഭീമൻ അലറി. കാലിനെ പോലെ വരുന്ന ഭീമനെ കണ്ട് സുശർമാവ് തിരിഞ്ഞു നോക്കി. ഭീമൻ തുടർന്നു, ഇപ്പോൾ വലിയൊരു യുദ്ധം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ വെല്ലുവിളി കേട്ട് സുശർമാവ് തന്റെ സഹോദരന്മാരോടൊപ്പം തിരിഞ്ഞു. കണ്ണിമ ചിമ്മുന്നതിനിടയിൽ ആ തേരാളികൾ ഭീമനുമായി ഏറ്റുമുട്ടി. ഭീമൻ നൂറുകണക്കിന് തേരാളികളെയും ആനകളെയും കുതിരപ്പടയാളികളെയും കൊന്നൊടുക്കി. വിരാടൻ നോക്കി നിൽക്കെ ഗതയന്തിയ ഭീമൻ ശത്രുസൈന്യത്തെ അടിച്ചമർത്തി. ഈ ഭീകരമായിട്ടുള്ള യുദ്ധം കണ്ട് സുശർമാവ് ചിന്തിച്ചു, ഈ രീതിയിൽ പോയാൽ എൻ്റെ സൈന്യത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടാവുമോ? ഇവൻ എവിടെ നിന്ന് വന്നു? ഞാൻ നേരത്തെ തോൽപ്പിച്ച സൈന്യത്തിൽ ഇവനെ കണ്ടിരുന്നില്ലല്ലോ. അതിശയമായിരിക്കുന്നു. ഇവൻ ചെവി വരെ വില്ല് വലിച്ച് അമ്പുകൾ അയക്കുന്നുണ്ടല്ലോ. സുശർമാവ് അമ്പുകൾ കൊണ്ട് വീണ്ടും പൊരുതി. ത്രിഗർത്തറിൽ ആവേശം പടർത്തി അമ്പുകൾ ഭക്ഷിച്ചും തേർതെളിച്ചും പാണ്ഡവർ പടപൊരുന്നത് കണ്ടപ്പോൾ ശത്രുസൈന്യം പിന്തിരിച്ചോടാൻ തുടങ്ങി. വിരാടപുത്രന് നന്നായി യുദ്ധം ചെയ്തു. ആ കഠിനമായിട്ടുള്ള പോരാട്ടത്തിൽ യുധിഷ്ഠിരൻ 1000 ത്രിഗർത്തന്മാരെ കൊന്നു. ഭീമൻ 7000 പേരെ കൊന്നൊടുക്കി. നകുലൻ 700 പേരെയും സഹദേവൻ 300 പേരെയും കൊന്നുവീഴ്ത്തി. ഉടനെ യുധിഷ്ഠിരന്റെ ആജ്ഞയനുസരിച്ച് പാണ്ഡവർ ശത്രുസൈന്യത്തെ നശിപ്പിച്ചു. പിന്നീട് അതിഭയങ്കരമായിട്ടുള്ള സുശർമാവ് ആയുധമുയർത്തി പാഞ്ഞെടുത്തു. ത്രിഗർത്തന്മാരുടെ ഈ മഹാസൈന്യത്തെ ഭീമൻ തടഞ്ഞു. ആയുധമേന്തി തിരുത്ത സുശർമാവ് ഭീമൻ നേരെ ശക്തമായിട്ട് അമ്പുകൾ ചെയ്തു. 9 അമ്പുകൾ യുധിഷ്ഠിരൻ നേരെയും 4 അമ്പുകൾ കുതിരകൾക്ക് നേരെയും സുശർമാവ് പ്രയോഗിച്ചു. അപ്പോൾ ഭീമൻ പെട്ടെന്ന് അവിടെ എത്തി സുശർമാവിന്റെ കുതിരകളെല്ലാം അടിച്ചു കൊന്നു. അവന്റെ മുന്നിൽ കാവൽ നിന്നവരെ അമ്പെയ്ത്ത് കൊന്നു. പിന്നെ തേരാളികളെയും താഴെയിട്ടു. ചക്രത്തെ രക്ഷിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള മധുരാക്ഷൻ എന്ന വീരനെ ഭീമൻ പ്രഹരിച്ചു കൊന്നു. ആ സമയത്ത് സുശർമാവ് തന്റെ രഥം വിട്ട് ചാടി ഓടിപ്പോയി. ശത്രുവിന്റെ അണിയിൽ കിടന്ന് തന്റെ ഗത കയ്യിലെടുത്തു. ഒരു യുവാവിനെ പോലെ ഉത്സാഹത്തോടെ അയാൾ വൃദ്ധൻ ഗതയന്തി യുദ്ധം ചെയ്തു. ഓടിപ്പോകുന്ന സുശർമാവിനെ കണ്ട ഭീമൻ പരിഹസിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എടോ രാജപുത്ര, ഈ ഓട്ടം നിനക്ക് ചേരുന്നതല്ല. ഇത്രയും കുറഞ്ഞ വീര്യം കൊണ്ടാണ് നീ പുറപ്പെട്ടത്. ഇങ്ങനെയായാലും എങ്ങനെ നിനക്ക് പശുക്കളെ കിട്ടും? ഭീമന്റെ പരിഹാസം കേട്ട സുശർമാവ് ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. നിൽക്കൂ എന്ന് പറഞ്ഞു. പരാക്രമിയായിട്ടുള്ള ഭീമൻ തേര് വിട്ടിറങ്ങി സുശർമാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. സിംഹം മാനിനെ പിടിക്കാൻ ഓടുന്നതുപോലെ പിന്നാലെ പാഞ്ഞു എന്ന് സുശർമാവിന്റെ തലമുടിയിൽ പിടികൂടി. അവനെ ഉയർത്ത് നിലത്തിട്ട് കുത്തുകയും നിലവിളിക്കുന്ന അവന്റെ തലയ്ക്ക് കാൽ കൊണ്ട് തട്ടുകയും ചെയ്തു. നെഞ്ചിൽ മുട്ടുവെച്ച് അമർത്തി തൊഴിച്ചപ്പോൾ ആ രാജാവ് ബോധം കെട്ടുകയും. ത്രിഗർത്ത രാജാവ് ശത്രുക്കളുടെ പിടിയിലായതോടെ അവന്റെ സൈന്യം ഭയന്നോടി. മഹാരഥന്മാരായിട്ടുള്ള പാണ്ഡവർ പശുക്കൂട്ടങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. യുദ്ധത്തിൽ സുശർമാവിനെ തോൽപ്പിച്ച് നഷ്ടപ്പെട്ട ധനമെല്ലാം തിരിച്ചു പിടിച്ച് വേഷം മാറി വന്ന വിരാടന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവർ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ തീർത്തു. എല്ലാവരും നോക്കി നിൽക്കെ ഭീമൻ സുശർമാവിനെ പിടികൂടി ഇപ്രകാരം പറഞ്ഞു, ഈ പാപി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ അർഹനല്ല. ഞാൻ എന്ത് ചെയ്യണം? പൊടിപടലങ്ങളേറ്റ് ബോധം മറഞ്ഞു കിടക്കുന്ന അവനെ തേരിലേറ്റിക്കൊണ്ടുപോയി ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിരന്റെ മുമ്പിലെത്തിച്ചു. യുധിഷ്ഠിരന്റെ മുമ്പിൽ സുശർമാവിനെ നിർത്തിക്കൊണ്ട് ഭീമൻ പറഞ്ഞു, രാജാവേ, ഇതാ സുശർമാവ്, പശുക്കളെ മോഷ്ടിച്ച ത്രിഗർത്ത രാജാവാണിത്. യുദ്ധത്തിൽ വിജയിച്ച ഭീമനോട് യുധിഷ്ഠിരൻ ചിരിച്ചുകൊണ്ട് സുശർമാവിനെ നോക്കി പറഞ്ഞു, ആ നീച്ച മനുഷ്യനെ വിട്ടയച്ചേക്കൂ. ജ്യേഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീമൻ സുശർമാവിനെ നോക്കി പറഞ്ഞു, ഉടോ വിട്ടി, നിനക്ക് ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ 4 കവലുകൾ ചേർന്ന ഇടങ്ങളിലും ജനങ്ങൾ കൂടുന്ന ചന്തകളിലും സഭകളിലും ചെന്ന് നിന്ന് ഉറക്കെ വിളിച്ചു പറയണം, മഹാജനങ്ങളെ, ഞാനൊരു ദാസനാണ്. എന്നെങ്കിൽ ഞാൻ നിന്റെ ജീവൻ തിരിച്ചു തരാം. യുദ്ധത്തിൽ തോറ്റവരുടെ രീതി ഇതാണ്. ഇത് കേട്ട യുധിഷ്ഠിരൻ സ്നേഹത്തോടെ ഭീമനോട് പറഞ്ഞു, ഉടോ ഭീമ, ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നുവെങ്കിൽ കേൾക്കൂ. ഈ രാജാവ് വിരാട് രാജാവിന്റെ ദാസനായി മാറിയിരിക്കുന്നു. എന്നാൽ ഞാൻ അവനെ ദാസനല്ലാത്തവനായി വെറുതെ വിട്ടിരിക്കുന്നു. ഇനി മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് യുധിഷ്ഠിരൻ സുശർമാവിനെ നോക്കി ഉപദേശിച്ചു. ഗോകർണത്തിലെ യുദ്ധത്തിന്റെ കഥ തുടരുകയാണ്. തൽക്കാലം നമ്മൾ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ കൂട്ടത്തിൽ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കുമുള്ള ഹൃദയത്തിനുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. നമസ്കാരം.